ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക്. പാലക്കാട് കോട്ടായി പെരുംകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ വെടിക്കെട്ട് അപകടം, 6 യുവാക്കൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, എങ്ങനെയാണ് അപകടമുണ്ടായത്? പരിക്കേറ്റവരുടെ നില എത്തരത്തിലാണ്? ആര്യ, ഇന്ന് രാത്രി 9:45 കൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. പാലക്കാട് കോട്ടായി പെരുംകുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് വെടിക്കെട്ട് നടന്നത്. ഈ വെടിക്കെട്ട് പൊട്ടിയ ഉടൻ തന്നെ ഈ അപകടം സംഭവിക്കുകയായിരുന്നു. എന്നാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പോലീസ് ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി സമീപത്ത് നിന്നിരുന്ന യുവാക്കൾക്കാണ് പരിക്കേറ്റതെന്നാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. 6 യുവാക്കൾക്കാണ് നിലവിൽ പരിക്കേറ്റുള്ളത്. ഇവരാരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റ ആളുകളെ മുഴുവൻ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. പ്രാഥമികമായി നിലവിൽ പോലീസിൽ നിന്നും അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നും ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം ഈ വെടിക്കെട്ട് നടക്കുന്നതിനിടയിൽ ഒരു അമിട്ട് അത് നിലത്ത് വെച്ച് തന്നെ പൊട്ടിയാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടായെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ കൃത്യമായിട്ടുള്ള വിവരം കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവൂ എന്നാണ് പോലീസ് ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് രാത്രി 9:45 കൂടിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. കോട്ടായി പെരുംകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ വെടിക്കെട്ട് നടക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. ഏതായാലും 6 യുവാക്കൾക്ക് പരിക്കേറ്റു. വെടിക്കെട്ട് കാണാൻ വേണ്ടി എത്തിയ യുവാക്കളായിരുന്നു ഇവർ 6 പേരെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് നിലവിൽ ആശുപത്രിയിൽ നിന്നുൾപ്പെടെ ലഭ്യമായിട്ടുള്ള വിവരം. ആര്യ, രാത്രി 9 മണിക്ക് ശേഷമാണ് അപകടം. പാലക്കാട് കോട്ടായി പെരുംകുളങ്ങര ക്ഷേത്ര ഉത്സവത്തിനെയാണ് വെടിക്കെട്ട് അപകടത്തിൽ 6 പേർക്ക് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.